എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾക്ക് അഭിമാനിക്കാം. ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 കളറിലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ള ഒരു പാലപ്പമാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ അരി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. ഇവിടെ ഇപ്പം അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരച്ചെടുക്കണമെന്ന്. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു. അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചോറാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 തവി പഞ്ചസാരയാണ്. അതിനുശേഷം 1 സ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ തലേന്ന് തേങ്ങായ വെള്ളം എടുത്ത് മധുരം വിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എപ്പോഴും അപ്പത്തിന് മാവ് ഒരുപാട് അങ്ങ് നീട്ടിയെടുക്കലും ചെറിയൊരു കുറുകിയ മധുരം ആയിരിക്കണം അപ്പത്തിന് മാവ് ഇരിക്കേണ്ടത്. മാവെല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു 6-7 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയും ക്യാരറ്റുമാണ്. അതായത് പച്ച കളറിനും ഓറഞ്ച് കളറിനും വേണ്ടി. അപ്പോൾ മുരിങ്ങയിലൊക്കെയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങയില നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ക്യാരറ്റ് ഞാൻ ഇച്ചിരി വേവുള്ളതുകൊണ്ട് കുക്കറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ മുരിങ്ങയില നല്ലതുപോലെ ഇവിടെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കാം. മുരിങ്ങയില തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വേവിക്കാനെടുത്ത വെള്ളം തന്നെ നമുക്കിതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ മുരിങ്ങയിലയുടെയും ക്യാരറ്റിൻ്റെയും ആ ഒരു നീരിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഏത് വരുവായി നോക്കാം. നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊരു തവി കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ മാവിന് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ മാവ് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത മാവിനകത്തോട്ട് ഞാൻ മുരിങ്ങയിലയുടെ ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിവിടെ ഒരു പച്ച കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസും കൂടെ ഈ മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഓറഞ്ച് കളറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാൻ ഭാവിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അപ്പച്ചട്ടി അടുപ്പ് വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് കളറിലെ ആ ഒരു മാവാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിവിടെ അപ്പം എന്തായി നോക്കാം. നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ട് തന്നെ പൊക്കിയെടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ആ ഓറഞ്ചിൻ്റെ കളറിലെ മാവും കൂടെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ള കളറിലെ അപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിന് മാവ് ഒഴിച്ചു കൊടുത്തു. പഴയ പോലെ തന്നെ നല്ലതുകൊണ്ട് ചുറ്റിച്ചതിന് ശേഷം ഈ അപ്പം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തായിട്ട് ചുട്ടുന്നത് പച്ച കളറിലെ അപ്പമാണ്. ഇതും അതുപോലെ തന്നെ മാവ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ചുറ്റിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ച കളറിലെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈ കണ്ടത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അപ്പമാണ്. അങ്ങനെ ഇവിടെ 3 കളറിലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 കളറിലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ അപ്പത്തിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക.
സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനാരും മറക്കലും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ദീപ്തീസ് വേൾഡും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.